What's up guys, welcome back to my channel. This is Ashwin Bhaskar back with another video. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു MIDI കീബോർഡാണ്. Native Instrumentsന്റെ Control S88 Mark III. Thank you Native Instruments for sending this out to me. They sent this to me to make a review on it. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ കീബോർഡിന്റെ ഫീച്ചേഴ്സ് ഒക്കെ പറയുന്നതിന് മുന്നേ തന്നെ ആദ്യം നമുക്ക് അതിന്റെ ബാക്കിൽ എന്തൊക്കെ ഇൻപുട്സ് ആണ് വരുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ബാക്കിൽ ഒരു പവർ ബട്ടൺ കാണാം. അതിന്റെ സൈഡിലായിട്ട് തന്നെ ഒരു USB-C കണക്ഷൻ ഉണ്ട് ടു കണക്ട് ഇറ്റ് ടു ദ കമ്പ്യൂട്ടർ. അതിന്റെ സൈഡിലായിട്ട് ഒരു പവർ ഇൻപുട്ട് ഉണ്ട്. പിന്നെ വരുന്നത് 4 പെഡൽ പോർട്സ് ആണ്. അതിൽ സസ്റ്റെയിൻ പെഡൽ പോർട്ട് ഉണ്ട്, എക്സ്പ്രഷൻ പെഡൽ പോർട്ട് ഉണ്ട്, പിന്നെ അസൈൻ 1 ആൻഡ് അസൈൻ 2. അസൈൻ 1ഉം 2ഉം എന്ത് കൺട്രോൾ ചെയ്യണം എന്നുള്ളത് നമുക്ക് കീബോർഡിന്റെ ഹാർഡ്വെയർ സെറ്റിംഗ് വഴി മാറ്റാൻ പറ്റുന്നതാണ്. പിന്നെ വരുന്നത് ഒരു MIDI ഇൻ ആൻഡ് ഔട്ട് പോർട്സ് ആണ്. ഇത്രയൊക്കെയാണ് ഇതിന്റെ ബാക്കിൽ വരുന്ന ഇൻപുട്സ്. അടുത്തതായിട്ട് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിനെ പറ്റി പറയാം. നേറ്റീവ് ഇൻസ്ട്രുമെൻസിൻ്റെ ഏത് പ്രൊഡക്റ്റ് എടുത്ത് നോക്കിയാലും അവർ ഇതുവരെ ബിൽഡ് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യണം ഞാൻ കണ്ടിട്ടില്ല. ദിസ് ഈസ് എ വെരി സോളിഡ് ബിൽഡ്. ഭയങ്കര പ്രീമിയം ഫീലുള്ള ഒരു കീബോർഡാണ്. പിന്നെ ഇതിനാണെങ്കിൽ അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്. ഏകദേശം 13-14 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇതെന്തായാലും പോർട്ടബിൾ അല്ല, പക്ഷേ ബിൽഡ് ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. അടുത്തായിട്ട് ലെറ്റ്സ് ലുക്ക് അറ്റ് ദ കീബോർഡ്. ഇത് കൺട്രോളിൻ്റെ 88 കീസ് വരുന്ന വേർഷനാണ്. ഇതിൽ നേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഫുള്ളി വെയ്റ്റഡ് ആയിട്ടുള്ള കീബോർഡാണ്. ഇതിൻ്റെ കീബോർഡ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ഫെറ്റാർ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്, വിച്ച് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ മാർക്കറ്റ്. ഇതൊരു പ്രാവശ്യം പ്ലേ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ കീബോർഡിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവും. ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നും, കാരണം അത്രയും കംഫർട്ടബിൾ ആണ്. പിന്നെ ഇത് പ്ലേ ചെയ്യുമ്പം ഇതിൽ വരുന്ന കീ നോയ്സസ് വളരെ ക്വയറ്റാണ്. യൂഷ്വലി സാധാരണ MIDI കീബോർഡ്സിലൊക്കെ നമ്മൾ പ്ലേ ചെയ്യുമ്പം കീസ് അമർത്തുന്നതിനനുസരിച്ച് നോയ്സും കൂടെ വരും. പക്ഷേ ഇതിൽ ആ നോയ്സ് ഭയങ്കര കുറവാണ്. ഈ കീബോർഡിൻ്റെ പ്രീവിയസ് വേർഷനിൽ നിന്ന് നോക്കുമ്പോൾ ഇതിൽ ഒരു മേജർ അപ്ഗ്രേഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്രീനാണ്. മാർക്ക് 2ൽ സ്പ്ലിറ്റ് സ്ക്രീനായിരുന്നു നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഇതിൽ കുറച്ചും കൂടെ വിഡ്ത്ത് കൂടിയിട്ടുള്ള ഒരു ഫുൾ സ്ക്രീനാണ് നമുക്ക് തന്നിട്ടുള്ളത്. സ്ക്രീനിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ കീബോർഡിൻ്റെ ഒരു ഓവർവ്യൂ നോക്കാം. ആദ്യം തന്നെ കീബോർഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു പിച്ച് ആൻഡ് മോഡ് വീൽ കാണാം. അതിൻ്റെ മേലെ തന്നെ ഒരു ടച്ച് സ്ട്രിപ്പ് ഉണ്ട്. ഈ ടച്ച് സ്ട്രിപ്പ് എന്ത് കൺട്രോൾ ചെയ്യണം എന്നുള്ളത് നമുക്ക് സെറ്റിങ്സ് വഴി അസൈൻ ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ മേലായിട്ട് 3 ബട്ടൺസ് ഉണ്ട്. ആദ്യം തന്നെ ഫിക്സ്ഡ് വെലോസിറ്റി. നമുക്ക് ഒരേ വെലോസിറ്റിയിൽ എല്ലാ നോട്ട്സും പ്ലേ ചെയ്യണമെങ്കിൽ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. പിന്നെ വരുന്ന 2 ബട്ടൺസ് ഒക്ടേവും സെമിറ്റോണും അപ്പും ഡൗണും ആക്കാനുള്ള ബട്ടൺസ് ആണ്. പിന്നെ അടുത്തായിട്ട് കീബോർഡിൻ്റെ മിഡിൽ സെക്ഷനിലായിട്ട് നമുക്ക് ടോപ്പിൽ 3 ബട്ടൺസ് കാണാം. ഷിഫ്റ്റ്, അൺഡു, റീഡു ആൻഡ് ക്വാണ്ടൈസ് ബട്ടൺ. ഷിഫ്റ്റ് ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ ബട്ടൺസിലെ സെക്കൻഡറി കൺട്രോൾസ് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ അൺഡു ആൻഡ് റീഡു ഇസ് സെൽഫ് എക്സ്പ്ലനേറ്ററി. അതേപോലെ തന്നെ ക്വാണ്ടൈസ്, നമുക്ക് പ്ലേ ചെയ്ത നോട്ട് ക്വാണ്ടൈസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ക്വാണ്ടൈസ് ബട്ടൺ തരുന്നത്. പിന്നെ അതിൻ്റെ താഴേക്കായിട്ട് തന്നെ നമുക്ക് ട്രാൻസ്പോർട്ട് കൺട്രോൾസിൻ്റെ ഒരു സെക്ഷൻ കാണാം. അതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബട്ടൺസ് ലൂപ്പ് ബട്ടൺ ഉണ്ട്. ലൂപ്പ് ബട്ടൺ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ലോജിക്കാണ്. ലോജിക്കിനകത്ത് സൈക്കിൾ മോഡ് എനേബിൾ ചെയ്യാനാണ് ലൂപ്പ് ബട്ടൺ യൂസ് ചെയ്യുന്നത്. പിന്നെ മെട്രോണോം ബട്ടൺ ഉണ്ട്. അതിനിപ്പുറത്ത് ഓട്ടോമേഷൻ ബട്ടൺ ഉണ്ട്. ഓട്ടോമേഷൻ എനേബിളും ഡിസേബിളും ചെയ്യാനുള്ള ബട്ടണാണ്. പിന്നെ പ്ലേ ബട്ടൺ ഉണ്ട്, റെക്കോർഡ് ബട്ടൺ ഉണ്ട്, സ്റ്റോപ്പ് ബട്ടണും ഉണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത സെക്ഷനിലായിട്ട് നമുക്ക് പ്ലേ അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൻ്റെ താഴെ തന്നെ MIDI സെറ്റിംഗ്സിനായിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട്. പിന്നെ നമുക്ക് നാവിഗേഷന് വേണ്ടിയിട്ട് റൈറ്റ് ആരോ, ലെഫ്റ്റ് ആരോ, പിന്നെ പ്രീവിയസ്, നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺസും ഉണ്ട്. പിന്നെ നമുക്ക് സ്ക്രീനിൻ്റെ മേലെ താഴെയായിട്ട് 8 ബട്ടൺസും 8 നോബ്സും കാണാം. ഈ ബട്ടൺസിൻ്റെ നോബ്സിൻ്റെയും കൺട്രോൾസ് സ്ക്രീനിൽ വരുന്ന പാരാമീറ്റേഴ്സ് എന്താണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. പിന്നെ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് 3 ബട്ടൺസ് കാണാം. ബ്രൗസർ ബട്ടൺ, പ്ലഗ് ഇൻ ബട്ടൺ ആൻഡ് DAW ബട്ടൺ. അതിൻ്റെ താഴെയായിട്ടൊരു വലിയ റോട്ടറി എൻകോഡർ നമുക്ക് കാണാം. ഇതൊരു യൂണിവേഴ്സൽ കൺട്രോൾ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ സ്ക്രീനെ പറ്റി സംസാരിക്കാം. ഈ ഒരു MIDI കീബോർഡിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേറ്റീവ് ഇൻസ്ട്രുമെൻസിൻ്റെ പ്ലഗിൻസ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. നമുക്കല്ലാതെ ഇത് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ ദിസ് കീബോർഡ് കമ്മ്യൂണിക്കേറ്റ്സ് റിയലി വെൽ വിത്ത് ദെയർ ഓൺ പ്ലഗിൻസ്. ഇതിൽ നമുക്ക് ഒന്നെങ്കിൽ കംപ്ലീറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞ പ്ലഗിൻ ലോഡ് ചെയ്ത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കോൺടാക്റ്റ് എന്ന് പറഞ്ഞ പ്ലഗിൻ തന്നെ ഡയറക്റ്റ് ലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. നമ്മൾ ഏത് ഇൻസ്ട്രുമെൻ്റ് ആണോ ലോഡ് ചെയ്യുന്നത് അതിൻ്റെ കംപ്ലീറ്റ് വിഷ്വൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ MIDI കീബോർഡ് ഓൺ ആക്കുന്ന സമയത്ത് ഡീഫോൾട്ടായിട്ട് ഇങ്ങനെയാണ് സ്ക്രീനിൽ ഉണ്ടാവുക. നമുക്ക് ജസ്റ്റ് കോൺടാക്റ്റ് എന്ന് പറഞ്ഞൊരു പ്ലഗിൻ ലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ കോൺടാക്റ്റ് ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സിസ്റ്റത്തിൽ കാണിക്കുന്ന അതേ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ നമ്മുടെ കീബോർഡിൻ്റെ സ്ക്രീനിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നോബ്സും ബട്ടൺസും യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ വിർച്വൽ ഇൻസ്ട്രുമെൻറ്റ്സ് നിന്ന് ബ്രൗസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട സൗണ്ട്സ് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ഈ കാണുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ബ്രൗസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ നോബ് ഇങ്ങനെ സ്പിൻ ചെയ്ത് കൊടുത്താൽ മതി. സ്പിൻ ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ബ്രൗസ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ഏത് ലൈബ്രറി ആണോ അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾക്കിത് കൂടുതൽ കാറ്റഗറൈസ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രാൻഡ് വൈസ് ഫിൽറ്റർ ചെയ്തെടുക്കാം. അപ്പോൾ ബ്രാൻഡിനടിയിലുള്ള നോബിൽ നമുക്കിപ്പോൾ നേറ്റീവ് ഇൻസ്ട്രുമെൻസിൻ്റെ പ്ലഗിൻസ് മാത്രം മതി എന്ന് വിചാരിച്ചു. അപ്പോൾ നേറ്റീവ് ഇൻസ്ട്രുമെൻസിൻ്റെ ലൈബ്രറീസ് മാത്രമേ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. അതിൽ നമുക്ക് ടൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അടിയിലുള്ള നോബ് സ്പിൻ ചെയ്യുകയാണെങ്കിൽ എന്ത് ടൈപ്പ് സൗണ്ട് വേണമെന്ന് നമുക്കിതിൽ സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഇതിൽ പിയാനോ കീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലിപ്പോൾ വന്ന ലൈബ്രറീസൊക്കെ ഫിൽറ്റർ ചെയ്ത് വന്നിട്ടുള്ള ലൈബ്രറീസാണ്. ഈ റൈറ്റ് സൈഡിൽ നമുക്ക് ഓരോ സൗണ്ട്സിൻ്റെ പേരും കാണാൻ പറ്റും. അത് നമുക്ക് ഈ റോട്ടറി എൻകോഡർ വെച്ചിട്ട് സെലക്ട് ചെയ്യാനും പറ്റും.
ഞാനിപ്പോൾ ഡ്രോപ്പ് എ ടോൺ എന്ന് പറഞ്ഞ സൗണ്ട് ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അത് സെലക്ട് ചെയ്യാനായിട്ട് എൻകോഡർ പ്രസ് ചെയ്യാം. അപ്പോൾ അതിപ്പം നമ്മുടെ കീബോർഡിൽ ലോഡായിട്ടുണ്ട്. ലോഡായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ലൈബ്രറിയുടെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഈ സ്ക്രീനിൽ കാണാൻ പറ്റും. ഈ ലൈബ്രറിയിലുള്ള എല്ലാ കൺട്രോൾസും ഈ നോബ്സിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഡിഫോൾട്ട് സൗണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കതിനെ മോഡിഫൈ ചെയ്യാനായിട്ട് ഈ ഓപ്ഷൻസ് എല്ലാം യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രൗസർ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ അമർത്താം. അപ്പോൾ നമ്മൾ ബ്രൗസറിലേക്ക് തിരിച്ചു പോകും. എന്നിട്ട് നമുക്ക് വേറെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സൗണ്ട് വേണമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇതിലിപ്പോൾ ബാഡ് ഡ്രീംസ് പറഞ്ഞിട്ട് സൗണ്ടിൻ്റെ മേലെയാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സൗണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്കത് ഫേവറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിന് മേലെ സെറ്റ് ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ കാണാം. സെറ്റ് ഫേവറേറ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റാർ ഹൈലൈറ്റ് ആവും. അപ്പോൾ അത് നമ്മുടെ ഫേവറേറ്റ്സിൽ സേവ് ആയി കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്കിനി ഈ സൗണ്ട് ലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഓൾറെഡി ലോഡായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ലൈബ്രറി ലോഡായത്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിൽ കാണുന്ന നോബ്സ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് സൗണ്ടിനെ മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറൊരു ഇൻസ്ട്രുമെൻറ്റും കൂടെ ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് മേലെയുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ അവിടെ നോ ഇൻസ്ട്രുമെൻ്റ് ഓർ എഫക്റ്റ് ലോഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ ബ്രൗസർ ബട്ടൺ നിൽക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ബ്രൗസ് ചെയ്തിട്ട് വേറൊരു ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഇൻസ്ട്രുമെൻറ്റ് ലോഡ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി ലോഡ് ചെയ്ത ഇൻസ്ട്രുമെൻ്റാണിത്. നമ്മൾ മുന്നേ ലോഡ് ചെയ്ത ഇൻസ്ട്രുമെൻറ്റ് ഈ ബട്ടണിലേക്ക് നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഈ രണ്ട് ഇൻസ്ട്രുമെൻറ്റും കൂടി ഒരുമിച്ചായിരിക്കും പ്ലേ ആവുന്നത്. അടുത്തതായിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പ്ലേ അസിസ്റ്റ് എന്താണെന്ന് നോക്കാം. പ്ലേ അസിസ്റ്റ് കംപ്ലീറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞ പ്ലഗിനിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. കോൺടാക്റ്റിൽ ലോഡ് ചെയ്യുമ്പോൾ പ്ലേ അസിസ്റ്റ് എന്ന് പറഞ്ഞ ഫീച്ചർ നമുക്ക് അവൈലബിൾ ആവില്ല, വിച്ച് ഈസ് എ ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ പ്ലേ അസിസ്റ്റ് മോഡിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആപ്പ് മോഡ്, സ്കെയിൽ മോഡ്, ഇങ്ങനെ കുറച്ച് ഫീച്ചേഴ്സാണ്. ഇനി നമുക്ക് പ്ലേ അസിസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഞെക്കാം. അപ്പോൾ ഇതിനകത്ത് സ്കെയിലും ആപ്പ് മോഡും കാണാം. ഇവിടെ ബാക്കി കാണുന്നതൊക്കെ ആപ്പ് മോഡിലുള്ള സെറ്റിങ്സ് ആണ്. നമുക്ക് ആദ്യം സ്കെയിൽ മോഡ് നോക്കാം. സ്കെയിൽ മോഡ് നമുക്ക് എനേബിൾ ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് സ്കെയിലിൻ്റെ മേലുള്ള ബട്ടണാണ് ഞെക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ സ്കെയിൽ മോഡ് എനേബിൾ ആയിരിക്കുകയാണ്. ആ ബട്ടൺ ബ്ലൂ ആയി. അപ്പോൾ നിങ്ങൾക്ക് ഈ ലൈറ്റ് ഗൈഡ് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും സ്കെയിലിലുള്ള നോട്ട്സ് മാത്രമേ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ സി മേജർ സ്കെയിലാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ റൂട്ട് നോട്ടുകളെല്ലാം ലൈറ്റ് ഗൈഡിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി നമുക്ക് റൂട്ട് നോട്ട് മാറ്റണമെങ്കിൽ എഫ് കൊടുക്കുന്നു. എഫ് മൈനർ സ്കെയിൽ നമുക്ക് കൊടുക്കാം. എഫ് മൈനർ സ്കെയിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ലൈറ്റ് ഗൈഡ് വഴി തന്നെ ഏതൊക്കെ നോട്ടാണ് ആ സ്കെയിലുള്ളതെന്ന് മനസ്സിലാവും. ഇത് മ്യൂസിക് തിയറി അറിയാത്ത ഒരാൾക്ക് നന്നായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണിത്. സ്കെയിൽ മോഡിൽ തന്നെ നമുക്ക് ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കോഡ് മോഡും കാണാം. കോഡ് മോഡ് നമ്മളിപ്പോൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ 135 എന്നുള്ള പാറ്റേണിലായിരിക്കും കോഡ് പ്ലേ ആവുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എഫ് പ്ലേ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു നോട്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ 135 എന്നുള്ള പാറ്റേണിൽ ഒരു കോഡ് ട്രിഗർ ആവും. അടുത്തതായിട്ട് നമുക്ക് ആർപെജിയേറ്റർ മോഡ് നോക്കാം. ഇപ്പോൾ ആർപെജിയേറ്റർ എനേബിൾ ആയി കിടക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു നോട്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു കോഡാണ് ഞാൻ പ്ലേ ചെയ്യുന്നതെങ്കിൽ ആ കോഡിൻ്റെ ഞാൻ പ്രസ് ചെയ്യുന്ന നോട്ട്സ് സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പിന്നെ അതിൽ ഹോൾഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഹോൾഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു പ്രാവശ്യം പ്രസ് ചെയ്താൽ മതി, ബാക്കി അത് കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പിന്നെ അതേപോലെ തന്നെ വേറെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് എത്ര സ്പീഡിൽ നോട്ട് സൈക്കിൾ ചെയ്യണം, അല്ലെങ്കിൽ എത്ര ഒക്ടേവ്സ് സൈക്കിൾ ചെയ്യണം, അങ്ങനെയുള്ള കുറച്ച് എക്സ്ട്രാ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ സെറ്റിംഗ്സ് മീഡിയ എന്ന് പറഞ്ഞ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ആദ്യം തന്നെ നമുക്ക് ഹാർഡ്വെയർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാം. പിന്നെ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കീബോർഡിൻ്റെ ഒരു സെറ്റിങ്സിൻ്റെ സെക്ഷൻ കാണാം. അതേപോലെ തന്നെ പെഡൽസിൻ്റെ സെറ്റിങ്സ് കാണാം. പിന്നെ ടച്ച് സ്ട്രിപ്പിൻ്റെ സെറ്റിങ്സ് കാണാം.
അതേപോലെ തന്നെ വീൽസിൻ്റെ സെറ്റിങ്സും കാണാം. ഇതിൽ പിച്ച് ആൻഡ് മോഡ് വീൽസിൻ്റെ സെറ്റിങ്സ് ആണ്. പിന്നെ ഒരു ജനറൽ ഇൻഫർമേഷനും ഉണ്ട്. പിന്നെ യൂസേജ് ഡാറ്റയുടെ ഒരു വിൻഡോ ഉണ്ട്. ഇത്രയൊക്കെയാണ് നമ്മളെ മിഡി സെറ്റിങ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ്. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ലൈറ്റ് ഗൈഡിനെ പറ്റി പറയാം. ലൈറ്റ് ഗൈഡ് നമുക്കൊരു പ്ലഗിനെ എങ്ങനെയൊക്കെ പ്ലേ ചെയ്യാൻ പറ്റുമെന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. ഇപ്പോൾ ഞാനൊരു ഡ്രം കിറ്റ് ലോഡ് ചെയ്യാണ്. ഡ്രം കിറ്റ് ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലൈറ്റ് ഗൈഡ് പല രീതിയിൽ ലൈറ്റപ്പായി നിൽക്കുന്നത് കാണാൻ പറ്റും. ഈ പർപ്പിൾ കളറിൽ ലൈറ്റപ്പായി നിൽക്കുന്ന കീസ് എല്ലാം ഒരു ലൂപ്പാണ് ട്രിഗർ ചെയ്യുക. ഇതിനിപ്പുറത്ത് പല കളേഴ്സിൽ ലൈറ്റപ്പായി നിൽക്കുന്ന കീസ് കാണാം. ഇതൊക്കെ വൺ ഷോട്ട്സ് ആണ്. അതിൽ റെഡ് യൂഷ്വലി കിക്കാണ് വരിക. ബാക്കിയുള്ളതൊക്കെ ലൈബ്രറിക്ക് അക്കോർഡിംഗ് ആയിട്ട് വരുന്ന സൗണ്ട്സ് ആയിരിക്കും. ഇതാണ് ലൈറ്റ് ഗൈഡ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ. ഇത് അത്യാവശ്യം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു മേജർ ഫീച്ചറാണ് പോളിഫോണിക് ആഫ്റ്റർ ടച്ച്. ഇതിലുള്ള 88 കീസും ആഫ്റ്റർ ടച്ച് എനേബിൾഡ് ആയിട്ടുള്ള കീസാണ്. ഇപ്പോൾ നമ്മളൊരു നോട്ട് പ്രസ് ചെയ്തിട്ട് വീണ്ടും പ്രഷർ കൊടുക്കുകയാണെങ്കിൽ സൗണ്ട് അതിനനുസരിച്ച് മോഡുലേറ്റ് ആവും. അങ്ങനെയാണ് പോളിഫോണിക് ആഫ്റ്റർ ടച്ച് വർക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ 3 നോട്ട്സ് ഒരുമിച്ച് പ്ലേ ചെയ്യുന്ന സമയത്ത് ഒരു നോട്ട് നോർമലായിട്ടും ബാക്കി 2 നോട്ട്സ് ആഫ്റ്റർ ടച്ച് യൂസ് ചെയ്തുകൊണ്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇവിടെ ആഫ്റ്റർ ടച്ചിൻ്റെ ഫീച്ചർ ഞാൻ കൂടുതൽ പ്രസ് ചെയ്യുന്ന നോട്ട്സിൽ മാത്രമേ എനേബിൾ ആയിട്ടുള്ളൂ. അതിനാണ് പോളിഫോണിക് ആഫ്റ്റർ ടച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പോളിഫോണിക് ആഫ്റ്റർ ടച്ച്. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആവണമെന്നില്ല. ഇത് കൂടുതൽ എക്സ്പ്രസീവ് ആയിട്ട് പ്ലേ ചെയ്യുന്നവർക്കാണ് ഒന്നും കൂടെ ഹെൽപ്ഫുൾ ആയിട്ട് വരിക. അപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ പോളിഫോണിക് ആഫ്റ്റർ ടച്ച് അധികം യൂസ് ചെയ്യില്ല. അടുത്തതായിട്ട് ഇതിൻ്റെ പ്രൈസിനെ പറ്റി പറയാം. നേറ്റീവ് ഇൻസ്ട്രുമെൻസിൻ്റെ കൺട്രോൾ S88 Mark III എന്ന് പറഞ്ഞ വേർഷന് ഏകദേശം 1.4 lakh rupees ഇപ്പോഴത്തെ പ്രൈസിങ്. അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കീബോർഡാണ്. പക്ഷേ ഇതിൻ്റെ താഴത്തെ വേരിയൻസും ഉണ്ട്. ഇതിൻ്റെ 61 കീസിൻ്റെ വേരിയൻ്റ് ഉണ്ട്, പിന്നെ 49 കീസിൻ്റെ വേരിയൻ്റും ഉണ്ട്. അത് ഇതിനേക്കാളും കുറച്ചുകൂടെ ചീപ്പർ ആയിരിക്കും. പക്ഷേ പൊതുവേ മാർക്കറ്റിൽ വരുന്ന മറ്റുള്ള ബ്രാൻഡ്സിൻ്റെ കീബോർഡ്സ് വെച്ച് നോക്കുമ്പോൾ നേറ്റീവ് ഇൻസ്ട്രുമെൻസിൻ്റെ കീബോർഡ്സ് കുറച്ചും കൂടെ ഒരു എക്സ്പെൻസീവ് സൈഡിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് കീബോർഡാണ്. ഞാൻ എന്തായാലും ഈ കീബോർഡിൻ്റെയും ഇതിൻ്റെ താഴത്തെ വേരിയൻസിൻ്റെയും ലിങ്ക്സ് താഴെ കൊടുക്കാം ഇഫ് യു വോണ്ട് ടു ചെക്ക് ഇറ്റ് ഔട്ട്. പിന്നെ എൻ്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇതിന് ഭയങ്കര സീംലെസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് തരുന്നത്. പ്രത്യേകിച്ച് നേറ്റീവ് ഇൻസ്ട്രുമെൻസിൻ്റെ പ്ലഗിൻസ് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഇത് ബെസ്റ്റ് ഇൻ ദ മാർക്കറ്റ് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര എക്സ്പെൻസീവും പ്രീമിയം ആയിട്ടുള്ള കീബോർഡൊക്കെ ആണെങ്കിൽ പോലും ഇതിൽ ഒരുപാട് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മിസ്സിംഗ് ആണ്. കാരണം ചീപ്പറായിട്ടുള്ള ഒരുപാട് കീബോർഡ്സിൽ ഡ്രം പാഡ്സും ഫെയ്ഡേഴ്സും ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഒന്നും ഇന്നേ വരെ നേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് അവരുടെ കീബോർഡ്സിൽ കൊണ്ടുവന്നിട്ടില്ല. അപ്പം ഐ ലീവ് ഇറ്റ് യു ഗൈസ് ടു ഡിസൈഡ് ഇഫ് യു വാണ്ട് ഇറ്റ് ഓർ നോട്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണോ അതൊക്കെ നോക്കി വിലയിരുത്തിയിട്ട് മാത്രം ഈ കീബോർഡ് വാങ്ങിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുക. അപ്പോൾ ഈ കീബോർഡിനെ പറ്റി ഇത്രയൊക്കെ പറയാനുള്ളൂ. ഈ വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ. പീസ് ഔട്ട്. നേരം പോണതും അറിഞ്ഞില്ല.